ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ടേസ്റ്റ് സ്റ്റെപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് പോണേ കേട്ടോ. പോകുന്ന വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം വലിയ വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണേ. വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുതേ. നമ്മളിതാ ചിങ്ങഞ്ചിറയിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. ചുറ്റും ആൽമരങ്ങളാണ്, വേരുകളൊക്കെ താഴോട്ട് വന്ന വലിയ മുത്തച്ഛൻ മരങ്ങളാണ് കേട്ടോ. വലിയ വലിയ മരങ്ങളിങ്ങനെ പന്തലിട്ട പോലെ ഇരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റാണ്, വലിയ ചൂടൊന്നും തോന്നുന്നില്ല. നല്ല തണുപ്പ് നിറഞ്ഞ നല്ല കാറ്റുള്ളൊരു ക്ലൈമറ്റാണ്. വലിയ തിരക്കൊന്നുമില്ല. സാധാരണ അവിടെ വരുമ്പോൾ നല്ല തിരക്കുണ്ടാവാറെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ വരുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഈ ചുറ്റുമുള്ള ഈ ആൽമരങ്ങളുടെ ആറ്റ്മോസ്ഫിയറാണ് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ഫീൽ തരുന്നൊരു അറ്റ്മോസ്ഫിയറാണ്. വളരെ ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത കാരണം ഇവിടെ ആട് വെട്ടിയിട്ടോ കോഴി അറുത്തിട്ടൊക്കെ പൂജ ചെയ്യാറുണ്ട്. ഓരോ ഭാഗത്തു നിന്നും ആൾക്കാർ വന്നിട്ട് ഇവിടെ തന്നെ ആട് വെട്ടിയിട്ടും കോഴി അറുത്തിട്ടൊക്കെ ഭക്ഷണം വെച്ച് ഇവിടെ തന്നെ കഴിച്ചിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് പൂജ ചെയ്യാം. വന്നവർ പൂജ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവാം. തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ആടറുത്തിട്ടും കോഴി അറുത്തിട്ടൊക്കെ പൂജ ചെയ്ത് ഭക്ഷണമൊക്കെ വെച്ച് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നവരൊക്കെ ധാരാളമുണ്ട്. ഇവിടെ കറുപ്പുസ്വാമിയാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ. കറുപ്പുസ്വാമിയുടെ ചെറിയൊരു വിഗ്രഹമുണ്ട് ഇവിടെ. പിന്നെ ഇത് പ്രകൃതി ക്ഷേത്രമാണ്. നമ്മൾ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയ അങ്ങനെയല്ല, ഒരു പ്രകൃതിയിൽ തന്നെ രൂപം കണ്ട ഒരു പ്രകൃതി ക്ഷേത്രമാണ്. ചുറ്റും ആൽമരങ്ങൾക്ക് നടുക്കാണ് കറുപ്പുസ്വാമി ഇരിക്കുന്നത്. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ശരിക്കും നമ്മളൊന്ന് പോയി കാണേണ്ട ഒരു അന്തരീക്ഷം തന്നെയാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിൻ്റെ അടുത്താണ് ഈ ചിങ്ങഞ്ചിറ. നമ്മൾ നെന്മേനിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം. നെന്മേനിയിൽ നിന്നാണ് നമ്മൾ ചിങ്ങഞ്ചിറയ്ക്ക് പോകുന്നത്. നമ്മൾ നെന്മേനിയിൽ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു ചിങ്ങഞ്ചിറയ്ക്ക് വരികയായിരുന്നു. ഈ ആൽമരങ്ങളും ഈ ആൽമരത്ത് തൂങ്ങി കിടക്കുന്ന വള്ളികളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലൊക്കെ ഈ ആൽമരത്തിൻ്റെ വള്ളികളൊക്കെ തൂങ്ങി ആടുന്നൊരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് കറുപ്പസ്വാമിയുടെ ചെറിയൊരു വിഗ്രഹം. ആ മരങ്ങൾക്ക് നടുക്കായിട്ടാണ് കേട്ടോ. ആ കൂടി നിൽക്കുന്ന മരങ്ങൾക്ക് നടുക്കായിട്ട് ചെറിയൊരു വിഗ്രഹമാണ്. ചിലവരിങ്ങനെ തൊട്ടിലുകൾ കെട്ടിയിട്ടുണ്ട്, മരം കൊണ്ടുള്ള വീടുകളൊക്കെ കെട്ടി കാണുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് ടൈം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇതൊരു പ്രകൃതി ക്ഷേത്രം തന്നെയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നൊരു ക്ഷേത്രം. ഒരുപാട് ആൽമരങ്ങളും വള്ളികളും നല്ല തണുത്ത കാറ്റും ഒരു ശാന്തമായ അന്തരീക്ഷം എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അന്തരീക്ഷം മാത്രമല്ല, നല്ലൊരു പ്രകൃതി ക്ഷേത്രം കൂടിയാണ് ഈ ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം.
ചിങ്ങഞ്ചിറിയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സീതാർകുണ്ടിലേക്ക് പോവാണ് കേട്ടോ. പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചയാണ്. ഇനി ലോങ് വീഡിയോ ആവണ്ട പറഞ്ഞിട്ട് ഇനി 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സീതാർകുണ്ടിലേക്കുള്ള വീഡിയോ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.